പേര് കുഞ്ഞാറ്റ. ആ പൂമ്പാറ്റയെ കണ്ടില്ലേ, എന്ത് രസമാ. അതുപോലെയാ ഞാൻ ഇന്ന് എല്ലാവരും പറയും. പക്ഷേ എനിക്കതിന്റെ ഗമയൊന്നും ഇല്ലാട്ടോ. ഇത് എന്റെ അങ്കിൾ കൊണ്ടുവന്ന പുതിയ ഉടുപ്പാ. പിന്നെ എനിക്ക് ഒരു സമ്മാനം കൂടി കൊണ്ടു തന്നിട്ടുണ്ടല്ലോ. എന്താന്നറിയോ? ദാ ഇവൻ ഭയങ്കര വികൃതിയാ, ഗുണ്ടർക്കാരടിയെ പോലെ. അവൻ ആരാന്നറിയോ? അവനും അവന്റെ കൂട്ടുകാരൻ മണ്ടുക്കരടിയും കൂടി നാട്ടിൽ വന്ന കഥ നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. ആ കഥ ഞാൻ പറഞ്ഞു തരാം. ഗുണ്ടുക്കരടിയും മണ്ടുക്കരടിയും കൂട്ടുകാരായിരുന്നു. അവർ ഒന്നിച്ചായിരുന്നു തേനെടുക്കാൻ പോവാറ്. ഒരു ദിവസം ഞാനൊന്നും വരുന്നില്ല, എനിക്കവിടെ മടുത്തു. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? മനുഷ്യരുടെ നാട്ടിൽ പോയാലോ? മനുഷ്യരുടെ നാട്ടിലേക്കോ? അതെ, അവിടെ ആകുമ്പോ തേനീച്ചകളുടെ കുത്തു കൊള്ളാതെ തേൻ കിട്ടും. അല്ല, ശരിയാണ്, അത്ര സുഖമുള്ള ഏർപ്പാടല്ല. പക്ഷേ മനുഷ്യന്മാരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല. നമ്മൾ മനുഷ്യരുടെ നാട്ടിലേക്ക് പോകുന്നു. വേണ്ട മോനെ, തല്ല് കൊള്ളാനാവില്ല. നീ വാ, അവര് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. നീ വരുന്നില്ലെങ്കിൽ വേണ്ട. എന്നാ നിക്ക്, ഞാനും വരാം. ചെല്ലക്കാറ്റേ വാവാ, പാട്ടും മൂളി കൂട്ടുപോനാട്ടെ. തിത്തോം തികതോം ചെല്ലക്കാറ്റേ വാവാ, പാട്ടും മൂളി കൂട്ടുപോനാട്ടെ. കാടിറങ്ങി മേടിറങ്ങി നാടണഞ്ഞു നാ. അതുവഴി പോകാം, ഇരുകാലികളെ വഴി മാറി പോ. ഈ മല കയറി ഇറങ്ങാം, അതുവഴി പോകാം, ഇരുകാലികളെ വഴി മാറി പോ.
എന്താ അത്? ഇത് വീണൊച്ചയായിരുന്നു. എന്റെ അമ്മോ, കരടി കരടി. അണിച്ചു തരാം. ഇങ്ങോട്ട് വരണ്ടാന്ന് ഇപ്പൊ എന്തായാലും അച്ഛാ ദേ തേനടിച്ചു മാറ്റാൻ നോക്കുമ്പോ അവരെല്ലാം കൂടി തരുന്ന സമ്മാനം ഓർക്കുമ്പോ തന്നെ ദേ കണ്ടില്ലേ രോമ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാട് തന്നെയാ നല്ല നാട്. നമുക്ക് തിരിച്ച് കാട്ടിലേക്ക് പോവാം. അങ്ങനെ അവർ കാട്ടിലേക്ക് തന്നെ മടങ്ങി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വാ, എനിക്കൊരു ഊഞ്ഞാലുണ്ടല്ലോ. ഈ ഊഞ്ഞാല് എനിക്ക് മുത്തശ്ശി കെട്ടിത്തന്നതാ. മുത്തശ്ശിയെ എനിക്ക് വലിയ ഇഷ്ടാ. മുത്തശ്ശി എനിക്ക് പാട്ട് പാടിത്തരും, കഥ പറഞ്ഞു തരും. മുത്തശ്ശി പറഞ്ഞു തന്നൊരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു പാവത്താനായ മണിച്ചേട്ടന്റെ കഥ. മണിച്ചേട്ടൻ വളരെ പാവമാ കേട്ടോ. പണിയൊന്നുമില്ലാത്ത പാവം. അച്ഛന്റെ മോൻ കരയണ്ട കേട്ടോ. അച്ഛന്റെ മുത്ത് കരയില്ല കേട്ടോ. ഓ എടി, ഇവനെ ഒന്ന് എടുത്തേ.
അവ കുറച്ചു നേരത്തെയാ ഉറങ്ങിണീറ്റേ. എഴുന്നേറ്റപ്പോ തൊട്ട് കരച്ചിൽ തന്നെയാ. അവരിന്നൊന്നും കഴിച്ചിട്ടില്ല. ഇന്നും പാൽക്കാരൻ വന്നില്ലേ? വന്നു പക്ഷെ ഇങ്ങോട്ട് കേറിയില്ല. കഴിഞ്ഞ 1 മാസത്തെ കാശേ ഇനിയും കൊടുത്തിട്ടില്ല. ഓ, അപ്പൊ അമ്മനി ഈ സമരത്തിലാ? ഇതിനി എന്തോന്നിടാനാ? നിങ്ങൾ ആ മുതലാളിയുടെ വീട്ടിൽ ചെന്ന് നോക്ക്. എന്തേലും പണി തരാതിരിക്കില്ല. അതിന് നിന്റെ ശരീരത്തിന് പറ്റിയ പണിയൊന്നും ഇവിടെ ഇല്ല. ചെല്ല് ചെല്ല്, മോൻ ചെല്ല്. ഒരു പണിയും ഇല്ല. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എങ്ങനെ ഇനി കുടുംബം നോക്കും? ഭൂതംഭാവി വർത്തമാനം, ഭൂതംഭാവി വർത്തമാനം. ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും, എല്ലാം പറയും. ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും. ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും. സേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ഉടനെ ഒരു ഭാഗ്യം വരുമെന്ന്. എന്നാ പിന്നൊന്ന് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. എനിക്ക് ഉടനെ വല്ല ഭാഗ്യം ഉണ്ടാവോ? ആ കൈയൊന്ന് നീട്ടിക്കേ. സോ എന്തു പറ്റി? ഒരു വലിയ ഭാഗ്യം വരുന്നുണ്ട്. പക്ഷേ കയ്യിലെത്തിയാലും ഭാഗ്യം അനുഭവിക്കാൻ ഉടനെ പറ്റില്ല. കഷ്ടം. അതിനി എന്ത് ചെയ്യും? വിഷമിക്കണ്ട. കുറെ കഴിയുമ്പോൾ അതേ ഭാഗ്യം വീണ്ടും വരും, വീണ്ടും വരും, വീണ്ടും വരും, വീണ്ടും വരും. ഓ, എപ്പോഴാണാവോ ആ ഭാഗ്യം വരുന്നത്? വേണോ അരിയുണ്ട? മുറുമുറെ തിന്നാം, കറുകുറെ തിന്നാം. നല്ല നല്ല ചൂടുള്ള അരിയുണ്ടകൾ, അരിയുണ്ട. ആ, ഒരെണ്ണം തരൂ. അയ്യോ, എന്റെ അമ്മോ. അരിയുണ്ട കല്ലോ? മുത്തോ? ആ, അപ്പൊ ആ അരിയുണ്ടയിൽ മുഴുവൻ മുത്തുകളാ. വേഗം ചെന്നാ ഹേളെ കാണാം. അല്ലെങ്കിൽ ആ കൈനോട്ടക്കാരൻ പറഞ്ഞ പോലെ ഭാഗ്യം കൈവിട്ടു പോകും. ആ, നില്ലേ. ഹരിയുണ്ട മുഴുവൻ ഞാൻ എടുത്തോളാം. എന്ത് കാശ് വേണം? അത് പിന്നെ ഒരു 50 രൂപ, ഒരു 50 രൂപ വേണം. എന്റെ കയ്യിൽ കാശില്ല. അതിന് പകരം ദാ ഈ വിലപിടിപ്പുള്ള മുത്ത് പിടിച്ചോ. ഒരു മുത്ത് പോയാൽ എന്താ? ഇത് മുഴുവൻ മുത്തല്ലേ, മുത്ത്. അയ്യോ, മുത്ത് പോയാലെന്താ? ഇത് മുഴുവൻ മുത്തല്ലേ. ഉണ്ടയെല്ലാം പൊട്ടിച്ച് മുത്തെല്ലാം വാരിയിട്ട് പോണ പോക്കിനി മുത്ത് വിറ്റ് കാശാക്കാം. യാത്ര പോവാൻ കാളവണ്ടി, തുഴഞ്ഞെത്താൻ കള്ളിവഞ്ചി, ചിതലിരിച്ച വീട് മാറ്റി പണിയേണം. തെക്കയിലെ രാമൻകുട്ടി കക്കാട്ടിലെ മൊയ്തിക്ക വാങ്ങിയ ഗഡം തിരിച്ചു കൊടുത്ത് വീണ്ടും ചോദിക്കാം. അയ്യോ, ചതിച്ചോ? ഒരൊറ്റ അരി ഉണ്ടായിരുന്നു, മുത്തില്ലല്ലോ. അയ്യോ, കൈ കിട്ടിയ മുത്തും വെറുതെ കൊടുത്തു.
വേഗം ചെന്ന അരിയുണ്ടക്കാരനെ കണ്ടുപിടിക്കാം. ശോ, എവിടെയും കാണാനില്ലല്ലോ. ഹോ, ശോ, അയാളുടെ പൊടി പോലും കാണുന്നില്ലല്ലോ. ശോ. ഇത് നിന്റെ കഴുത്തേക്ക് എടുക്കട്ടെ. ആ, ഇപ്പൊ നല്ല രസമുണ്ട്. കഴുതയുടെ കഴുത്തിൽ ഒരു മുത്തല്ലേ തൂക്കിയിട്ടിരിക്കുന്നത്. ആ കഴുതയ്ക്ക് അതിന്റെ വില മനസ്സിലായി കാണില്ല. മണ്ടൻ, അതിന്ന് തന്നെ അടിച്ചു മാറ്റണം. ഹായ്, കിട്ടിപ്പോയി കിട്ടിപ്പോയി. ആ, ഇതിവിടെ ഇരിക്കട്ടെ, നാളെ എടുക്കാം. വല്ലാത്ത ക്ഷീണം, ഒന്ന് മയങ്ങിക്കളയാം. ഇത്തവണ ഒരു 100 അരിയുണ്ടെങ്കിലും ഉണ്ടാക്കണം. അരിയുണ്ട വേണോ? അരിയുണ്ട, നല്ല ചൂടുള്ള അരിയുണ്ട, നല്ല നല്ല അരിയുണ്ട വേണോ? ചേട്ടനല്ലേ കയ്യിൽ നിന്നും കുറെ അരിയുണ്ട വാങ്ങിയത്? ആ സന്തോഷത്തിന് ഇതാ ഒരരിയുണ്ട ഫ്രീ. ആ, ശരി. അയ്യോ, മുത്ത്, ആ മുത്ത് എന്തു പറ്റി? ഒരു വലിയ ഭാഗ്യം വരുന്നുണ്ട്. പക്ഷേ കയ്യിലെത്തിയാലും ഭാഗ്യം അനുഭവിക്കാൻ ഉടനെ പറ്റില്ല. കഷ്ടം, അതിനി എന്ത് ചെയ്യും? വിഷമിക്കണ്ട, കുറെ കഴിയുമ്പോൾ അതേ ഭാഗ്യം വീണ്ടും വരും, വീണ്ടും വരും, വീണ്ടും വരും. അങ്ങനെ മുത്ത് മണിച്ചേട്ടന്റെ കയ്യിൽ തന്നെ എത്തി. ഓടിക്കോ. എത്ര നല്ല ഭക്ഷണം, എന്ത് നല്ല സുഖ സൗകര്യങ്ങൾ ദാസാ. ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതമെന്നൊരു സഞ്ചാരി. ഒരു ഐഡിയ, നമുക്ക് തൊട്ട് കളിച്ചാലോ? അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? എന്നെയും കൂടി കൊടുക്കാനോ? ഇത് ഞാൻ വച്ചാലും പൊട്ടും. അതമായമാരെ ഗഫൂർക്കാനെ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഞങ്ങൾ എവിടെ കണ്ടാലും മണത്തറിയും, അല്ലേ വിജയ? ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതമെന്നൊരു സഞ്ചാരി. ഇത് നിറയെ മയക്കുമരുന്നുകളാ. ഇതെങ്ങനെ അവിടെ എത്തി? വാട്ട് ഈസ് ദ സർപ്രൈസ്? ഉയരങ്ങൾ തേടും താഴ്വാരം. ഇനി കുറുക്കച്ചാരുടെ കഥയായാലോ? ചന്തുവെന്നാണ് കുറുക്കന്റെ പേര്. പേര് പോലെ തന്നെ ചതിയനാ. ആരെയും കാണുന്നില്ലല്ലോ ഒന്ന് പറ്റിക്കാൻ.
ആ എന്നാൽ ഇനി കുറച്ച് നടന്നു നോക്കാം, ഒരാളെയെങ്കിലും തടയാതിരിക്കില്ല. കാട്ടിൽ ചുറ്റി നടക്കും ഞാൻ, പാട്ടുപാടി പോകും ഞാൻ, വഴിയിൽ ആരെയും കണ്ടെന്നാൽ ഉടനെ കുശലം ചൊല്ലും ഞാൻ, കൂടെ കൂടി നടക്കും ഞാൻ, സൂത്രത്തിൽ പറ്റിക്കും ഞാൻ. ആ നീലക്കുരങ്ങനല്ലേ ഇരിക്കുന്നത്? ഇവനെ സൂത്രത്തിൽ പാട്ടുപാടി താഴെ ഇറക്കി കളയാം, എന്നിട്ട് പരിപാടി തുടങ്ങാം. കൊച്ചു കുരങ്ങ ചെങ്ങാതി കോനിക്കോടിയിരിക്കാതെ മാന്തോപ്പിൽ ഞാൻ കൂടെ വരാം, മാങ്ങ പറിച്ചു നിനക്ക് തരാം, വാ വാ വാ. എനിക്ക് മാങ്ങ പറിച്ചു തരാമെന്നോ? എങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ? ഞങ്ങൾ ആ പുഴക്കരയിലെ പനയുടെ ചോട്ടിലുള്ള നിധി എടുക്കാൻ പോവുകയാ. അപ്പോ മാങ്ങ പറിക്കാനല്ലേ? പിന്നെ നിധി എനിക്കറിഞ്ഞുകൂടെ ആ ചന്തുവിനെ? ആ നീലക്കുരങ്ങന്റെ ഒരു കാര്യം. ഇതാ നല്ല മധുരമുള്ള മാമ്പഴമാ, സാവധാനം കഴിച്ചാ മതി, ഇനിയും തരാം, ഞാൻ ഇപ്പ വരാം. എന്റെ തോട്ടത്തിൽ നിന്നാണല്ലോ ആ ശബ്ദം കേട്ടത്. ആർക്കാടാ എന്റെ തോട്ടത്തിൽ കയറാൻ ഇത്രയും ധൈര്യം? ആഹാ, ഇവനായിരുന്നോ ഈ കള്ള കുരങ്ങൻ? ഇന്നത്തേക്കുള്ളതായി, ഇനി സുഖമായിട്ടൊന്നുറങ്ങാം. കാട്ടിൽ ചുറ്റി നടക്കും ഞാൻ, പാട്ടുപാടി. മണ്ടാ കാര്യം അറിഞ്ഞില്ലേ, മൂക്കിന് താഴെ കണ്ടില്ലേ, കൊമ്പം മീശ മുളച്ചല്ലോ, കാര്യം ഗുൽമാലായല്ലോ, മാറിയ രൂപം കാണാനായി എന്നുടെ കൂടെ പോന്നോളൂ. നിന്റെ കൂടെ വന്ന എന്റെ കൊമ്പമീശ കാണിച്ചു തരുമെന്നോ? അതെ, അപ്പുറത്തുള്ള കാട്ടാറിച്ചിന്ന് നോക്കിയാ കണ്ണാടി കാണുന്ന പോലെ കാണാം. എന്റെ കൂടെ വാ. മീശയൊന്നും ഇല്ലല്ലോ. പറ്റിച്ചേ പറ്റിച്ചേ. ഇന്നും തരക്കേടില്ലാത്തൊരിരയെ കിട്ടി, നാളെയും ഇതുപോലെ ആകണേ. ആ ചിഞ്ചുമാനല്ലേ ആ നിക്കുന്നത്? ഇന്ന് അവക്കിട്ടൊരു പണി കൊടുക്കാം. മാനേ മാനേ വന്നാട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് കൂടെ വന്നോളൂ, പാടവരമ്പിൽ പോയിടാം, വയറു നിറച്ച് കഴിക്കാനായി പച്ചപ്പുല്ല് നിനക്കു തരാം, വാ വാ വാ. പച്ചപ്പുല്ലോ? എനിക്ക് വിശക്കുന്നു, വേഗം കാണിച്ചു തരൂ. ഹായ്, ഇത്രയും പച്ചപ്പുല്ലോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഇടം കാണുന്നത്. പൊയ്ക്കോ പൊയ്ക്കോ, പോയി മതി വരുവോളം തിന്നോളൂ. എന്റെ പാടത്തിൽ നിന്നാണല്ലോ ആ കുറുക്കന്റെ കൂവൽ കേൾക്കുന്നത്. ഈശ്വര, എന്റെ കോഴികളെല്ലാം അവിടെയാണല്ലോ, ഒന്ന് പോയി നോക്കിക്കളയാം. ഈ കല്ല് കയ്യിലിരിക്കട്ടെ.
നീലിക്കുരങ്ങ, ആ ചന്തുവിന് കോഴിന്ന് വെച്ച ജീവനാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് അയ്യോ, എന്റെ കോഴികളെ ഒന്നും കാണുന്നില്ലല്ലോ. ആ കള്ള കുറുക്കനെ എന്റെ കൈ കിട്ടിയാ ആ ഇപ്പൊ തന്നെ കൊടുക്കാൻ പണി. എടാ നിന്നെ ഞാൻ. അയ്യോ, എന്റെ തല പോയേ. ഇനി നമുക്ക് ഇബ്നു സയ്യിബയുടെ ഒരു കഥ കേൾക്കാം. ഇറാഖിലെ കുഫ എന്ന ഗ്രാമം. ഇത് ഇബ്നു സയ്യിബ, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂലം കഷ്ടപ്പെടുന്ന ഒരു യുവാവ്. ഇതിനിടയിലാണ് ഉപ്പയുടെ മരണവും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആരാ? ഞാൻ നിന്റെ ഉപ്പയുടെ സുഹൃത്താ. നിന്റെ ഉപ്പയുടെ മരണം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. ആട്ടെ, ഉപ്പ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും കരുതി വച്ചിരുന്നോ? ഇല്ല. ഞാൻ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നു. ഇതാ 1000 ദിനാറുണ്ട്. ഇത് നിനക്ക് ഉപകരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ജീവിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിന്റെ ഉപ്പയുടെ സുഹൃത്ത് തന്ന ഈ 1000 ദിനാറ് കൊണ്ട് നീ സത്യസന്ധമായ വ്യാപാരം നടത്തി അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം നീ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കണം. തീർച്ചയായും. ഉമ്മ. എന്താ മകനെ? ഉമ്മ, ഞാൻ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. മാഷാ അല്ലാ, നല്ല കാര്യം. പക്ഷേ എന്താ ഉമ്മ? നിന്റെ ഈ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കിയ ആ വ്യക്തിയെ നീ ഓർക്കുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നു. ഇതാ 1000 ദിനാറുണ്ട്. ഇത് നിനക്ക് ഉപകരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ജീവിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആദ്യം നീ നിന്റെ ഉപ്പയുടെ സുഹൃത്ത് തന്ന ദിനാറ് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ലേ നീ ഇത്രയും വളർന്നത്. ശരി ഉമ്മ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ആരാ? ഇത് ഞാനാണ്, മരണപ്പെട്ടുപോയ അങ്ങയുടെ സുഹൃത്ത് സയ്യിബയുടെ മകൻ അബ്ദുറഹ്മാൻ. കണ്ടതി വളരെ സന്തോഷം. ഞാനിത് തരാനാണ് വന്നത്. താങ്കളുടെ ഈ പണം തിരികെ സ്വീകരിച്ചാലും. ദിനാർ അവന് തികയാതെ വന്നു കാണും. അതുകൊണ്ടാണ് അവൻ എനിക്ക് പണം തിരികെ നൽകുന്നത്. അല്ല, തികഞ്ഞില്ലെങ്കിൽ ഇനിയും തരാം കേട്ടോ. സുബ്ഹാനല്ലാ, തികയാഞ്ഞിട്ടൊന്നുമല്ല. ഈ ദിനാർ എന്നെ ധനികനും സംതൃപ്തനുമാക്കി. നിങ്ങൾ തന്ന ദിനാർ തിരികെ തന്ന നന്ദി പറയാനാണ് ഞാൻ വന്നത്. ഇതുമൂലം എനിക്ക് ഹജ്ജ് കർമ്മം വരെ ചെയ്യാൻ സാധിച്ചു. അല്ല, ഈ ജമാൻ ജാഫർ സിദ്ദിഖ് ഉസ്താദിന്റെ വീട് എവിടെയാ? നേരെ നടന്നാ മതി. അപ്പോ ഒരു വീടിന് മുന്നേ ഒരു ആൾക്കൂട്ടം കാണാം. അതാണ്. ശരി, നന്ദി സുഹൃത്തെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം? ഞാൻ അബ്ദുറഹ്മാൻ, സൈബയുടെ മകൻ. ഇറാഖിലെ കുഫ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എവിടെ നിങ്ങളുടെ ഉപ്പ? അദ്ദേഹം മരിച്ചു. മാഷാ അല്ലാ. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വല്ലതും കരുതി വെച്ചിരുന്നോ? ഇല്ല. പിന്നെ നിങ്ങൾക്കെങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റി? അത്
എന്നിട്ട് നിങ്ങൾ ഉപ്പയുടെ സുഹൃത്ത് തന്ന പണം എന്തു ചെയ്തു? എൻ്റെ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പണം തിരികെ കൊടുക്കുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. നന്നായിരിക്കുന്നു. ഞാനൊരു ഉപദേശം തന്നാ അത് സ്വീകരിക്കുമോ? തീർച്ചയായും. നമ്മൾ സത്യസന്ധനും നീതിമാനുമായി മറ്റുള്ളവരുടെ ഉന്നമനത്തിന് പങ്കാളിയാവുക. കുമാരന്റെ രോഗം വളരെയധികം കൂടിയിരിക്കുന്നു. ഗുരു, അപ്പൊ കുമാരന്റെ രോഗം മാറില്ല? എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. മലകളും താണ്ടി വരുന്നു നീമോ. ഇതെന്തൊരു ജീവി? നീ ആരാണ്? ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. എന്താ മക്കളെ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? മരതകപ്പെട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കുമ്പോ ഇതാരാ കൂടെയുള്ള വിചിത്ര ജീവി? അയ്യോ, ഇനി നമുക്ക് ഈ പേടകത്തിൽ യാത്ര തുടരാനാവില്ല. നമ്മുടെ കിച്ചു. ആകെ കഷ്ടത്തിലായല്ലോ. കുറച്ച് പണം കിട്ടാൻ എന്താ ഒരു വഴി? എന്റെ മനുഷ്യനെ, നിങ്ങൾ ആരോടെങ്കിലും കുറച്ച് പണം കടം മേടിക്ക്. ഇനിയിപ്പൊ അതേ ഒരു വഴിയുള്ളൂ. നമ്മളെ ദോസ്തിനോട് ചെന്നൊന്ന് ചോദിച്ചു നോക്കാം. അല്ല, ആരിത് മുല്ലയോ? എന്താണ് മുഖത്തൊരു വല്ലായിക? തന്നെ കണ്ടത് നന്നായി. എനിക്ക് കുറച്ച് പണത്തിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അല്ല ചതിച്ച എന്റെ മുല്ല, നമ്മളെ കയ്യിൽ എവിടുന്ന് ആ പണോ? നീ നമ്മൾ ആചാരോട് ചോദിച്ചു നോക്ക്. നമുക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാ പിന്നെ ശരി. അതും പോയി. ഒരിക്കൽ ഞാൻ സഹായിച്ചിട്ടുള്ള ആളാ. പിശുക്കനാണെങ്കിലും അതാണ് ഒരു ആശ്വാസം. ഏയ്, ഇവിടെ ആരുമില്ലേ? ആരാ? നസറുദ്ദീൻ കുറച്ച് പണം കടം മേടിക്കാൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ യജമാനനോടൊന്ന് പോയി പറയൂ. യജമാനൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. കഷ്ടമായി പോയല്ലോ. അദ്ദേഹം വന്നാലേ പുറത്തു പോകുമ്പോ സ്വന്തം തല കൂടി കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞതായി പറയണം. അതിങ്ങനെ ജനാലയിൽ വെച്ചാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെന്നും വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, നമ്മളെ കല്യാണം പിടിച്ചല്ല, ഇടങ്ങേറായില്ല റബ്ബേ. അല്ല, ഇതാര്? നസറുദ്ദീൻ മുല്ലയോ? വരൂ വരൂ വരൂ. പാവപ്പെട്ടൊരു മനുഷ്യൻ കുറച്ച് പണം കടം വാങ്ങി. അത് ബാക്കി കൊടുക്കാൻ പറ്റാതെ വളരെ വിഷമിക്കുന്നുണ്ട്. അങ്ങ് വല്ലവും തന്നാ അത് ആ മനുഷ്യന് വലിയൊരു സഹായാവും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് ദൈവാനുഗ്രഹം ഉണ്ടാവും. ദാ വെച്ചോളൂ. ആട്ടെ, ആരാണ് ഈ കടക്കാരൻ? മറ്റാരും അല്ല പ്രഭു, ഈ ഞാൻ തന്നെയാ.
ഏതെങ്കിലും കടക്കാരനെ സഹായിക്കാൻ പണം ചോദിക്കാനായിരിക്കും വന്നത് അല്ലേ? അതെ. കടക്കാരന്റെ പേര് നസറുദ്ദീൻ മുല്ല എന്നാവും അല്ലേ? അല്ല, ഇപ്പൊ വന്നിരിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാ. ആണോ? ആ, എങ്കിലിതാ ഇത് വെച്ചോളൂ. താങ്കളെ ദൈവം അനുഗ്രഹിക്കും. അല്ല, ഏത് കടക്കാരനെ സഹായിക്കാനാണ് ഇന്ന് നിങ്ങൾ നടക്കുന്നത്? ഒരു ദരിദ്രവാസി ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. ഇപ്പോൾ ആ ദരിദ്രവാസിയെ കടം കൊടുത്തയാള് ദിവസവും പണം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. ഈ പണം ആ ദരിദ്രവാസിക്ക് കൊടുക്കാനാ. വളരെ നല്ല കാര്യം. ആട്ടെ, ആ ദരിദ്രവാസി ആരിൽ നിന്നാ പണം കടം വാങ്ങിയത്? പ്രഭു, ഞാനാണ് അയാൾക്ക് പണം കടം കൊടുത്തത്. അസ്സലാം വലൈക്കും ഉസ്താദ്. വാലേക്കും അസ്സലാം. കണ്ടിട്ടേറെ നാളായല്ലോ. നാളത്തെ ഊണ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ആവാം. അല്ലാ, കോളടിച്ചല്ല. ഇന്നത്തെ കാര്യം കുശാലായി. ആ മുല്ല ഞമ്മളെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. ഇവിടെ എങ്ങും ആരുമില്ലല്ല. കഴിവൂട്ട, എന്നാലേ അവനൊക്കെ പഠിക്കുള്ളൂ. ഇപ്പം മനസ്സിലായി. അവൻ വരുന്നുണ്ട്, ഇങ്ങോട്ട് വരട്ടെ. എന്നോട് ക്ഷമിക്കണം ഉസ്താദെ, അങ്ങ് വീട്ടിൽ വരാമെന്ന് ഏറ്റിരുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. വാതിലിൽ അങ്ങയുടെ പേര് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതെന്തൊരു മനുഷ്യനാണപ്പാ, ഇങ്ങനെ കുത്തിരിക്കാതെ വല്ല പണിക്കും പോയിക്കൂടെ? എടി, അള്ളാഹുവിന്റെ ദാസനായ ഞാൻ വേറെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശമ്പളവും മേടിക്ക്, അല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? പടച്ചോനെ, ഞാൻ അവിടുത്തെ ദാസനാണ്. എത്രയായി ഞാൻ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അതിനവിടുന്ന് ഈ ദാസന് 100 സ്വർണ്ണ നാണയങ്ങൾ തരണം. ഇയാളൊരു വിഡ്ഢി തന്നെ, ഒന്ന് പറ്റിക്കാം. നോക്കടി, നിന്റെ ഭർത്താവ് ഒരു ദിവ്യനാണ്. ഇതാ, ഞാൻ ആവശ്യപ്പെട്ട പണം ലഭിച്ചിരിക്കുന്നു, കണ്ടില്ലേ? എടാ വിഡ്ഢി, അല്ലാഹു അല്ല, ഞാനാണ് അല്പം മുമ്പ് 100 സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് ഇട്ടു തന്നത്. അതിങ്ങ് മടക്കി തന്നാട്ടെ. താൻ പോയി പണി നോക്കണം. എനിക്ക് പണം തന്നത് അല്ലാഹു ആണ്. ആഹാ, എന്റെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നോ? അതങ്ങനെ ശരിയാവും. നമുക്ക് ന്യായാധിപനെ കാണാം. അയ്യോ, വരാം. പക്ഷെ ഇട്ടുപോകാൻ നല്ലൊരു വസ്ത്രവും നിങ്ങളുടെ കഴുതയും തന്നാലേ ഞാൻ വരൂ. ഞാൻ സമ്മതിച്ചു. ഇതാ വസ്ത്രവും എന്റെ കഴുതയും. എന്താണ് പ്രശ്നം? അങ്ങുന്നേ, ഇയാളിതേ മുറ്റത്തിരുന്ന് 100 സ്വർണ്ണ നാണയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ട് ഞാനൊരു പണക്കിഴി എറിഞ്ഞു കൊടുത്തു. ഇപ്പോൾ അയാൾ പറയുന്നു അത് അയാൾക്ക് അല്ലാഹു കൊടുത്താണെന്ന്. അതെങ്ങനെ ശരിയാകാനാ? മുല്ല, തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങുന്നേ, എന്റെ ഈ അയൽക്കാരൻ ഒരു ഭ്രാന്തനാണ്. ഭ്രാന്തനോ? അതിനെന്താണ് തെളിവ്? തെളിവോ? എന്റെ സ്വത്തെല്ലാം മൂപ്പരുടേതാണെന്നാണ് വിചാരം. ഇപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രവും പുറത്തു നിൽക്കുന്ന ആ കഴുതയും ആരുടേതാണെന്നൊന്ന് ചോദിച്ചു നോക്കൂ. അപ്പം മൂപ്പര് പറയും മൂപ്പരുടേതാണെന്ന്. അതെ, അതിലെന്താ സംശയം? അതെന്റെ തന്നെയാണ്. കണ്ടില്ലേ അങ്ങുന്നേ, ഇതാണ് ഇയാളുടെ പ്രശ്നം. ഇനി സ്വർണ്ണ നാണയത്തെ പറ്റിയും ഇയാൾ ഇങ്ങനെ തന്നെ പറയും. ഈ കേസ് തള്ളിയിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം.
വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കുടിക്കാം. എന്റെ ദൈവമേ, വല്ല പ്രേതോ മറ്റോ ആണോ? അത് ശരി. പോയി നോക്കാം. എന്റെ അമ്മോ, അയ്യോ അയ്യോ അയ്യോ. എന്താണ് മനുഷ്യനെ, നിങ്ങൾക്കെന്താ വട്ടായോ? ഹൗ, കഷ്ടിച്ച് രക്ഷപ്പെട്ടടി. ഉണക്കാൻ വെച്ചിരുന്ന എന്റെ വെള്ള കുപ്പായത്തിന്മേലാണ് ഞാൻ അമ്പ് ചെയ്തത്. ഹൗ, ഞാൻ അതിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി എന്താവുമെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ വാവ് ഉറങ്ങിപ്പോയി. ഞാൻ ഇവനെ കിടത്തട്ടെ. നാളെ എനിക്ക് സ്കൂളിൽ പോകണം. ഞാനും ഉറങ്ങാൻ പോവാ. കുഞ്ഞാറ്റ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. തുമ്പപ്പൂവിലൊരുമ്മ, തെച്ചിപ്പൂവിലൊരുമ്മ, മുക്കുറ്റിപ്പൂങ്കവിളിലൊരുമ്മ, കറുകത്തുമ്പിൽ തൂങ്ങി പനിനീരിതളിൽ തെന്നി തൊട്ടാവാടിക്കണ്ണും പൊത്തി. മഴവില്ലെഴുതിയ കുഞ്ഞാറ്റ, ഇതുവഴി വന്നു കുഞ്ഞാറ്റ. മഴവില്ലെഴുതിയ കുഞ്ഞാറ്റ, ഇതുവഴി വന്നു കുഞ്ഞാറ്റ. കാട്ടുകുറിഞ്ഞിത്തേനും കാട്ടുപഴത്തിൻ ചേലും കാട്ടിലൊലിക്കും കുളിരും നീരും. ഓടക്കാടിൻ തോളിൽ പീലിക്കാവടിയാടും വള്ളിപ്പൂവിൻ ചെല്ലപ്പേരും. ചിറകിലെടുത്തു കുഞ്ഞാറ്റ, ഇതുവഴി വന്നു കുഞ്ഞാറ്റ. മഴവില്ലെഴുതിയ കുഞ്ഞാറ്റ, ഇതുവഴി വന്നു കുഞ്ഞാറ്റ. Oh.